പ്രൈസ് ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം ഇൻ ഇംഗ്ലീഷ്, ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ ഇൻ ഷോർട്ട്, JCNDSD യൂട്യൂബ് ലൈവ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും ഈ ഗ്രൂപ്പിൽ കൂടെ ഞങ്ങളുടെ മെസ്സേജുകൾ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സൗരസൗരന്മാർക്കും യേശു ക്രിസ്തു നാമത്തിൽ വന്ദനം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ എൻകറേജ്മെൻറ്റ് വളരെയധികം ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സഹായമായിരുന്നു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അതിനുവേണ്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രൂപ്പിൽ കൂടെ കേൾക്കുന്ന നാല് ഭാഷയിലുള്ള സുവിശേഷങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അത് ഉത്തേജനമായിരിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു ലൈവിൽ വരുവാൻ കാരണമായി തീർന്നത് ഡോക്ടർ സജു തോമസ് ഗോസ്ബൽ TV UP, ആ ചാനലിൽ ബ്രദർ ലോറൻസ് യോഹന്നാൻ വരികയും അവിടെ നടന്ന ഒരു ഡിബേറ്റല്ല, ഒരു സുവിശേഷം ഡിസ്കഷൻ കേൾക്കുവാനിടയായി. അതിൽ ബ്രദർ ലോറൻസ് യോഹന്നാൻ ബൈബിളിൽ ഉള്ള ഉപദേശമായ തൃത്വത്തെ കോർത്തിണക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഒരിക്കലും അത് വില പോകുന്ന ഒരു സബ്ജക്റ്റ് അല്ല. തൃത്വം ബൈബിളിൽ ചേർത്ത് ഇണക്കുവാൻ ശ്രമിക്കുന്ന എന്തുകൊണ്ടെന്നാൽ ബൈബിളിൽ തൃത്വമില്ല, ത്രിയേകനില്ല, ട്രിനിറ്റി ഇല്ല, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നുള്ള ഉപദേശമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദുരുപദേശത്തെ ഖണ്ഡിക്കുവാൻ ഇത് അനേകർ കേൾക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്. ഇതെന്താണ് സംസാരിക്കുന്നത്? ബൈബിൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയും പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെയും എവിടെയും ഒരു 3 ദൈവങ്ങളുടെ കാര്യമോ തൃത്വമോ ത്രിയേകനോ ഉള്ള ഉപദേശമില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ വഞ്ചിതരായി, ജനങ്ങൾ കൺഫ്യൂഷൻ ഉള്ളവരായിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ മഹാന്മാരുടെ ലോകത്തിൽ മാനിക്കപ്പെടുന്നവരാണല്ലോ ഈ BTH, MDH, PhD, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്നുള്ള ഡിഗ്രികൾ ഉള്ളതായ ആളുകൾ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അത് ശരിയായിരിക്കും എന്ന് വിചാരിച്ച് അത് മാനിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ, വിശ്വാസികളെ, സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാൻ പോകുന്നത് ബൈബിളിൽ എവിടെയും ത്രിയേകൻ, തൃത്വം എന്നുള്ളതായിട്ടുള്ള ഒരു പഠിപ്പിരികൾ നമുക്ക് കാണുന്നില്ല. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ദയവായി ശ്രദ്ധിച്ചാലും. ഒന്നാമതായി വായിക്കാൻ പോകുന്നത് യെശയ്യാവ് 44:8 വാക്യമാകുന്നു. ശ്രദ്ധിച്ചാലും നിങ്ങൾ ബൈബിളിലുള്ള വചനങ്ങൾ ശ്രദ്ധിച്ച് സത്യാവസ്ഥ നിങ്ങൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ യെശയ്യാപ്രവചനം 44 വാക്യം വായിക്കുന്നു. ശ്രവിച്ചാലും. പ്രൈസ് ലോർഡ്. യെശയ്യാപ്രവചനം 44 അതിൻ്റെ 8 വാക്യം വായിക്കുന്നു. നിങ്ങൾ ശ്രവിച്ചാലും. അവിടെ ഇങ്ങനെ പറയുന്നു: Fear ye not, neither be afraid. Have not I told thee from that time, and have declared it? ? You are my witnesses. Is there a God beside me? Yeah, there is no God. I know not any. അപ്പോൾ ഇവിടെ യഹോവയായ ദൈവം പറയുന്നു, നിങ്ങൾ എന്തിനു ഭ്രമിക്കണം, നിങ്ങൾ എന്തിനു ഭാരപ്പെടണം, നിങ്ങൾ എന്തിനു ഭയക്കുന്നു? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? നിങ്ങളാണ് എൻ്റെ സാക്ഷികൾ. ഈസ് ദർ ഗോഡ് ബിസൈഡ് മീ? എൻ്റെ സൈഡിൽ ഒരു ദൈവമുണ്ടോ? യാ, ദർ ഈസ് നോ ഗോഡ്. ഐ നോട്ട് എനി. എൻ്റെ സൈഡിൽ ഒരു ദൈവമില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ തൃത്വക്കാരായിരിക്കുന്ന, തൃത്വം തെളിയിക്കുന്നവർ, യഹോവയായ ദൈവം പറയാണ്, എൻ്റെ സൈഡിൽ ഒരു ദൈവമില്ല, ഞാനൊരു ദൈവത്തെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തൃത്വക്കാർ പറയുന്ന തൃത്വത്തിലെ രണ്ടാമനായ യേശു ക്രിസ്തു അവിടെയില്ല. തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവും ദൈവമായിട്ട് അവിടെയില്ല. തൃത്വക്കാരുടെ എന്താ മെയിൻ വിഷയം? എന്താണ്? ഒരു ദൈവത്തിൽ 3 വ്യക്തികൾ അല്ലേ? 1 God in 3 persons. അങ്ങനെയെങ്കിൽ
ദൈവം എന്ന് പറയുന്നത് സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിൽ ഒരു വ്യക്തിത്വമില്ല. വ്യക്തി എന്ന് പറയുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ട പറയുന്ന വാക്കാണ് വ്യക്തി, പേഴ്സൺ, ഇൻഡിവിജ്വൽ. അങ്ങനെ പറയുമ്പോൾ 3 ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ 3 വ്യക്തികളെ അവർ കാണിക്കുന്നു. അപ്പോൾ തന്നെ ഇവർ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും റോക്ക് ആൻഡ് റോൾ ചെയ്ത് പറയും. ഈ 3 പേരും 3 ആത്മാക്കളാണെന്ന് പറയും. ചിലപ്പോൾ പറയും 3 സ്പിരിറ്റാണെന്ന് പറയും. ചിലപ്പോൾ പറയും 3 യഹോവയാണെന്ന് പറയും. അങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള സുവിശേഷം പ്രസംഗിക്കുന്ന ഇങ്ങനെയുള്ള ദുരുപദേശകരെയും ആട്ടിൻതോലിട്ട് ചെന്നായ്ക്കളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറൊരു വാക്യം വായിക്കുന്നു. 42-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 42-ന്റെ-5. ശ്രദ്ധിച്ചാലും ഞാൻ ഫോണിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ 2-3 സെക്കൻഡുകൾ അവിടെ വരും. Thus said God the Lord, He that created the heavens and stretched them out, He that spread forth the earth and that which cometh out of it, He that giveth breath unto the people upon it, and spirit to them that walk therein. ഇവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ ആകാശത്തെ വിരിച്ചു, ഞാൻ തന്നെ ഭൂമിയെ പരത്തുകയും ചെയ്തു. ഞാനാണ് ഈ ജീവജാലങ്ങൾക്കെല്ലാം ശ്വാസം കൊടുത്തത്. എൻ്റെ സ്പിരിറ്റ് കൊണ്ടാണ് ലോകത്തിലുള്ള മനുഷ്യർ നടക്കുന്നത് എന്നാണ് പഴയ നിയമത്തിൽ കാണുന്ന യഹോവയായ ദൈവം പറയുന്നത്. ഈ യഹോവയെക്കുറിച്ച് പറയുമ്പോൾ ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സിൽ പറയുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അപ്പോൾ അവിടെ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ പിന്നീട് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. യഹോവ ഈരെ, യഹോവ ഷമ്മ, യഹോവ നിസി, യഹോവ ഏലോഹിം, അങ്ങനെ പല രീതിയിൽ യഹോവയുടെ ആക്ടിവിറ്റീസ്, അവൻ്റെ പ്രവർത്തനമനുസരിച്ചുള്ള പേരുകൾ നൽകിയപ്പോൾ ലോകത്തിൽ രക്ഷകനായി വന്നപ്പോൾ അവൻ സ്വീകരിച്ച നാമമാണ് യഹോശുവ അല്ലെങ്കിൽ യാഷുവ എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന യഹോവ, ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണുന്ന യഹോവ, മലാക്കിൽ പറയുമ്പോൾ നമുക്കൊരു പിതാവേ ഉള്ളൂ, ഒരു ദൈവമല്ലോ നമ്മെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ ഈ ദൈവം തന്നെയാണ് യഹോവ. അത് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഇദ്ദേഹം ഒരു തരികിട കാണിച്ച ഒരു വാക്യമാണ് യെശയ്യാവിൻ്റെ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു. അത് വായിക്കുക കേൾപ്പിക്കാൻ നിങ്ങൾക്ക് വളരെ സ്പഷ്ടമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വാക്യമാണ്. നിങ്ങൾ കേട്ടാലും യെശയ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യം കേട്ടാലും, For unto us a child is born, unto us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful, Counselor, the Mighty God, the Everlasting Father, the Prince of Peace. അപ്പോൾ ജനിക്കുവാനിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ഏകദേശം 460-470 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചു. എന്താണ്? For unto us a child is born. തീർച്ചയായിട്ടും ശരിയല്ലേ? ജോസഫിനും മകനും ആദ്യമായിട്ട് ബേത്ലഹേമിൽ ജനിച്ച ആ യേശുവിന്റെ പേരല്ലേ യാഷുവ എന്നവർ വിളിച്ചത്. അപ്പോൾ ഒരു മകനായിട്ട് അവിടെ കണ്ടു. പിന്നെ എന്താ? അൺടു us a son is given. അവനൊരു മകൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ മകൻ ആരാണ്? അതാണ് സൺ ഓഫ് ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വിശേഷിപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച്, സൺ ഓഫ് ഗോഡ്. പക്ഷെ അവൻ ആരാണ്? ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ആധിപത്യം അവന്റെ തോളിലിരിക്കും എന്ന് പറഞ്ഞാൽ സർവ്വ അധികാരവും അവന്റെ തോളിലാണ്. അവനിൽ അല്ലാതെ വേറൊരു അധികാരമില്ല. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവന്റെ പേരാണ് വണ്ടർഫുൾ, അത്ഭുത മന്ത്രി മലയാളത്തിൽ പറയുന്നു. പിന്നെ കൗൺസിലർ മീൻസ് അഡ്വക്കേറ്റ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ കൗൺസിലർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ജനിക്കാനിരിക്കുന്ന കുട്ടി ആരാണ്? അവൻ അത്ഭുത മന്ത്രി, പിന്നെ അവൻ കൗൺസിലർ, അവൻ പരിശുദ്ധാത്മാവാകുന്നു. ദ മൈറ്റി ഗോഡ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവൻ വീരനാം ദൈവം. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ വീരനാം ദൈവമായിട്ട് അറിയപ്പെടുന്നത് ഇസ്രായേൽ അറിഞ്ഞത് യഹോവ എന്ന ദൈവത്തെക്കുറിച്ചാണ്. അപ്പോൾ ജനിക്കാൻ പോകുന്ന യേശു ക്രിസ്തു വീരനാം ദൈവമാകുമ്പോൾ 2 ദൈവം അവിടെ ഉണ്ടോ ബൈബിളിൽ? ഇല്ലല്ലോ.
ബൈബിളിൽ കാണുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ആ ഗോഡിനെ പറ്റി, അതേ സെയിം ഗോഡ്, 1 തിമോത്തി 3:16 പറയുന്നു, വിതൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ഉൽപ്പത്തി 1:1 കണ്ട അതേ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അതാണ് യേശുക്രിസ്തു എന്ന് ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരന്മാരെ, എന്തിനാണ് ഈ കൺഫ്യൂഷനായിട്ട് മനുഷ്യരെ വഞ്ചിക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങൾ കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്? ഇനിയും അടുത്ത വാക്യം ഞാൻ വായിക്കാൻ പോകുന്നു. 45:12. യെശയ്യാവ് 45:12 കേട്ടാലും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഫോണിൽ കൂടി എടുക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായി വരുന്നത്, നിങ്ങൾ ക്ഷമിക്കുമല്ലോ. അവിടെ ഇങ്ങനെ പറയുന്നു, 45:12. ഓക്കെ, അവിടെ ഇങ്ങനെ പറയുന്നു, വായിക്കുന്നു. ഐ ഹാവ് മേഡ് ദ എർത്ത് ആൻഡ് ക്രിയേറ്റഡ് man upon it. I, even my hands, have stretched out the heavens and all their holes have I commanded. യഹോവയായ ദൈവം പറയുന്നു, ഞാനാണ് ഭൂമിയെ സൃഷ്ടിച്ചവൻ. ആൻഡ് ക്രിയേറ്റഡ് man upon it. മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാനാണ്. ഐ, ഈവൻ മൈ ഹാൻഡ്സ്, ഹാവ് സ്ട്രെച്ച്ഡ് ഔട്ട് ദ ഹെവൻസ്. എന്റെ കരം തന്നെ ആകാശത്തെ വിരിച്ചു, ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് യഹോവയായ ദൈവം സിംഗുലറായിട്ട് പറയുമ്പോൾ തൃത്വക്കാർ പറയുന്നു, നീ അല്ല, നിന്റെ ഇടത്തും വലത്തും വേറെ 2 ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഏകനായ ദൈവത്തെ തരം തിരിച്ച് ഡിവിഷനാക്കി കാണിക്കുന്ന ഈ പ്രവണത, ഈ സുവിശേഷം, ഇത് ദുരുപദേശമാണെന്ന് എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുക. അടുത്ത വായിക്കാൻ പോകുന്നു. യെശയ്യാവ് 46:5 വാക്യം. 46:5 ഇങ്ങനെ പറയുന്നു, ടു ഹും വിൽ യു ലൈക്കൻ മീ ആൻഡ് മേക്ക് മീ ഈക്വൽ ആൻഡ് കമ്പയർ മീ ദാറ്റ് വി മേ ബി ലൈക്ക്. ഞങ്ങൾ ഒരുപോലെ ആയിരിക്കുവാൻ തക്കവണ്ണം ആരോട് എന്നെ ഉപമിക്കും? അപ്പോൾ ദൈവത്തിൽ 3 വ്യക്തികളോടെന്ന് പറയുമ്പോൾ ഈ ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശമല്ലേ ഇവർ സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ സഹോദരന്മാരെ? എന്നോട് ആരോട് ഉപമിക്കും? തൃത്വക്കാരൻ എന്ന് പറയുന്നത് കോ ഈക്വൽ, കോ ഇറ്റേണൽ, കോ എക്സിസ്റ്റന്റ്. ഇവിടെ യഹോവയായ ദൈവം പറയുന്നു, എന്നോട് ആരോട് ഉപമിക്കും? എന്നെ പോലെ ആരുണ്ട് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് യഹോവയായ ദൈവം ചോദിക്കുമ്പോൾ, ഇവിടുത്തെ തൃത്വക്കാരായിരിക്കുന്ന ഈ ലൂസിഫറിന്റെ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ കയറി അവന്റെ ജ്ഞാനത്തെ വിഘടീകരിച്ച് ഒരു ദൈവത്തെ 3 ശ്രമിക്കുന്ന ആ ഉദ്യമവും തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ ആത്മാവിൽ ഉള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ ബൈബിളിന്റെ ആദ്യോടന്തം പഠിപ്പിക്കുന്നത്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്നുള്ള കൽപ്പനയാണ് ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അവർ പതിപ്പിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതുമായിട്ടുള്ള വാക്യം. അങ്ങനെയെങ്കിൽ എന്തിനാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ തൃത്വം, ത്രിയേകൻ, തൃത്വത്തിൽ 1-മൻ, 2-മൻ, 3-മൻ, സത്ത, സാരാംശം, ഊസ്യ എന്നുള്ള ബൈബിൾ വെളിയിലുള്ളതായ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ഏകദൈവത്തെ 3 തരംതിരിക്കുവാൻ, 3 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ബേസാണ് ബൈബിളിലുള്ളത്? ഈ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും 3 പേരും കൂടി പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടി സംസാരിച്ച ഒരു വാക്യമുണ്ടോ? ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ വേറെ ഒരു യേശുക്രിസ്തുവിന്റെ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാകുന്നു. യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് പറയുന്നത്? മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഉൽപ്പത്തി മുതൽ മലാക്കി വരെ എവിടെയെങ്കിലും യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള ഒരു വേർഡ് ഉണ്ടോ? എഴുതിയിട്ടുണ്ടോ എവിടെയും? ഇല്ല. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറഞ്ഞിരിക്കുന്ന യഹോവയായ ദൈവം
യാഹ് അഡോണൈ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഹോവ ഈരെ, യഹോവ ഷാലോം, യഹോവ ഷമ്മ, യഹോവ ഏലോഹീം എന്ന് പറയുന്ന യഹോവയുടെ പ്രവർത്തനപരമായിട്ട് അവന് വിളിക്കുന്ന പേരുകളാണ് യഹോവ യഹോവ എന്നുള്ളത്. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഉൽപ്പത്തി മുതൽ യഹോവ 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 ഷാലോം, യഹോവ ഷമ്മ, യഹോവ ഏലോഹീം എന്ന് പറയുന്ന ആ പേരുകൾ ആരെ കുറിച്ച് പറയുന്നതാണ്? അത് യേശുവിനെ കുറിച്ച് പറയുന്നതാണെന്ന് യേശുക്രിസ്തുവല്ലേ പറഞ്ഞത് ഇവിടെ. മോശയുടെ ന്യായപ്രമാണത്തിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന അവൻ എന്നേക്കുമുള്ളത്. ദാവീദ് പറയുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ കാണുന്ന യഹോവ തന്നെയല്ലേ ഭൂമിയിലായിരിക്കുന്ന ആ യേശു ക്രിസ്തു എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല പ്രിയ ക്രിസ്ത്യാനികളെ, പെന്തക്കോസ്തിൽ പോകുന്നവരെ? അപ്പോൾ തീർച്ചയായിട്ടും JCNDSDയുടെ ഞങ്ങളുടെ ഫോക്കസ്, ഞങ്ങളുടെ ഉദ്ദേശം ഇതാണ്. ദുരുപദേശം പറയുന്ന ദുരുപദേശത്തെ തെളിയിച്ചു കാണിക്കുക, ദുരുപദേശകരെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ സത്യം അറിയുകയുള്ളൂ. നിങ്ങൾ സത്യം ഗ്രഹിക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ബെറിയയിലെ വിശ്വാസികളെ പോലെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അത് അങ്ങനെ തന്നെ ഉള്ളതോ എന്ന് നിങ്ങൾ ബൈബിൾ പരിശോധിക്കണം എന്നുകൂടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഫിലിപ്പ് ഇനി പുതിയ നിയമത്തിലേക്ക് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് എന്താണ്? ഉൽപ്പത്തി 1:1 മുതൽ മലാക്കി വരെ അവിടെ കാണുന്ന ഇസ്രായേലിന്റെ ദൈവം യഹോവയായ ദൈവമാണ്. അവിടെ വേറെ ഒരു ദൈവവും ഇല്ലെന്ന് ദൈവം പറയുന്നു. ദൈവം പറഞ്ഞു, ഞാൻ ഒരുത്തനെ അറിയുന്നില്ല, എന്റെ സൈഡിൽ ഒരു രക്ഷകനില്ല, എന്നെ ആരോട് കമ്പയർ ചെയ്യും? അപ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് യഹോവയാണ്, അവൻ ഏകനാകുന്നു എന്ന് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ അറിയാം. അതാണ് ഇസ്രായേലിനോട് കൽപ്പന ദൈവം കൊടുത്തത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ തൃത്വം പറയുന്നു, ഏകദൈവത്തിൽ 3 വ്യക്തികളുണ്ട് പറഞ്ഞപ്പോൾ 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ 3 സെപ്പറേറ്റ് എൻറ്റിറ്റി ആയി, 3 ഇൻഡിവിജ്വലായി, അത് 3 ദൈവങ്ങൾ തന്നെ ഉണ്ടെന്ന് പല തൃത്വക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഏകസത്യത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അടുത്തതായി വായിക്കാൻ പോകുന്നത് ചില വാക്യങ്ങളാണ് പുതിയ നിയമത്തിൽ നിന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രദർ ലോറൻസ് യോഹന്നാൻ ട്വിസ്റ്റ് ചെയ്ത് വളരെ മോശമായ രീതിയിൽ ദൈവത്തെ അവിടെ ചിത്രീകരിക്കുകയുണ്ടായി. അത് ആദ്യമായി വായിക്കാൻ പോകുന്നു ഹീബ്രു ചാപ്റ്റർ 2-ാം അധ്യായം 14-ാം വാക്യം. ഹീബ്രു, പ്രൈസ് ദി ലോർഡ്, 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ശ്രദ്ധിക്കണമേ. നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, എങ്കിലും വായിക്കാൻ ക്ലാരിറ്റിക്ക് വേണ്ടി. ഏതാണ് ശരി? തൃത്വമാണോ ശരി? ഏകദൈവത്തെക്കുറിച്ചുള്ള കാര്യം പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ഇഷ്ടം, യാതൊരു പറയുന്നു. വായിക്കുന്നു, ഫോർ as much then as the children are partakers of flesh and blood, he also himself likewise took part of the same, that through death he might destroy him that had the power of death, that is the devil. ഇവിടെ ഇങ്ങനെ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയിരിക്കുന്നത് കൊണ്ട് അവനും അവരെ പോലെ എന്തായി ചെയ്തു? ഹി ഓൾസോ ഹിംസെൽഫ് ലൈക്ക്വൈസ് ടുക്ക് ദ പാർട്ട് ഓഫ് ദ സെയിം. ഒരു മകനെ പോലെ ആയി, ഒരു മക്കളെ പോലെ, ഒരു മകനെ പോലെ ആയി തീർന്നു. ആരാ? അവൻ. അവൻ പറഞ്ഞ ആരാ? ദൈവം. അവിടെ യേശുക്രിസ്തു അല്ലിരിക്കുന്നത്. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഫോർ as much then as the children are partakers of flesh and blood, he also, he singular, ഒരു ദൈവത്തെ കുറിച്ചാണ്. he also himself, അവൻ തന്നെ, likewise, ആരെ പോലെ? മനുഷ്യനെ പോലെ, took part of the same, that through death he may destroy him that had the power of death, that is devil. അതായത് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തകർക്കുവാൻ, അവന്റെ മരണത്തിന്റെ പവറിനെ തകർക്കുവാൻ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ അവൻ മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തതാകുന്നു യേശു ക്രിസ്തു. അതായത് സ്വർഗത്തിൽ ഇരിക്കുന്ന ആരാ? ദാവീദ് പറഞ്ഞു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ സ്വർഗത്തിലിരിക്കുന്ന യഹോവ അല്ലെങ്കിൽ ദൈവം, കാണപ്പെടുന്ന ദൈവം, സ്വർഗീയ ദൂതന്മാർക്ക് കാണുന്ന രീതിയിൽ യെശയ്യാവ് കണ്ടു, ഹിസ്കിയാവ് കണ്ടു, ഈ യോഹന്നാൻ പത്മോസ് വെച്ച് കണ്ടു. അത് വേറെ രൂപത്തിൽ.
എമ്മോസിലേക്ക് ശിഷ്യന്മാർ കണ്ടത് വേറെ രൂപത്തിൽ. ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവം മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് 3 പുരുഷന്മാരിൽ ഒരു പുരുഷനായിട്ട് യഹോവയായിരുന്നു, മറ്റേ 2 ദൂതന്മാരായിരുന്നു ബൈബിളിലുണ്ട്. മോശയുടെ ഏതാണ്ട് 32 എൽഡേഴ്സുമായിട്ട് അവിടെ പർവ്വതത്തിൽ ഇറങ്ങിച്ചെന്നു. യഹോവയായി അവർ മനുഷ്യരെ പോലെ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും യഹോവ പല രീതിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മനുഷ്യർക്ക് വേണ്ടി. തീയായും കാറ്റായും മേഘമായും അഗ്നിയായും പല രീതിയിൽ യഹോവ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് യഹോവയുടെ ജനത്തിനു വേണ്ടി. അങ്ങനെയെങ്കിൽ മാനവരെ രക്തം ചിന്തി രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിലായിരിക്കുന്ന ദൈവം ആ സ്വർഗം മഹിമകളെ വിടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ഒരു മനുഷ്യന്റെ ഫോമിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ട് അത് മമ്രയുടെ തോപ്പിൽ കണ്ട യഹോവയായ ദൈവം തന്നെയാണ് ശരീരത്തിൽ ഇപ്പോൾ 33 വർഷക്കാലം നമ്മൾ കണ്ട യഹോവയായ ദൈവം. അത് യേശുക്രിസ്തു ആകുന്നു. അവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ സ്വീകരിച്ച നാമമാണ് യഹോശുവ അല്ലെങ്കിൽ യാശുവ. അതിന്റെ അർത്ഥം യഹോവ രക്ഷകൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് മാന്യ ശ്രോതാക്കളെ, നിങ്ങൾ അറിയുക, തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ കണ്ട യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശുക്രിസ്തു. നിങ്ങൾ വിശ്വസിക്കുക. ഇനി അടുത്തൊരു വാക്യം വായിക്കാൻ പോകുന്നു. ഫസ്റ്റ് ജോൺ 3:16 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യാകരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചത് വായിക്കണം. നിങ്ങളുടെ ബ്രദർ ലോറൻസ് യോഹന്നാൻ ഇത് കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ബിബ്ലിക്കൽ ഈ വാക്യം വ്യാകരണത്തിന്റെ അവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തത്? ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഹിയർ ബൈ ഫസ്റ്റ് ജോൺ 3:16 ഹിയർ ബൈ പെർസീവ് വി ദ ലവ് ഓഫ് ഗോഡ്. ഇതിനാൽ നമുക്ക് ദൈവസ്നേഹം അറിയാം. ബിക്കോസ് ഹി laid down his life for us. ആരാണ് ജീവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്? ദൈവമാകുന്നു. ഹിയർ ബൈ പെർസീവ് വി ദ ലവ് ഓഫ് ഗോഡ് ബിക്കോസ് ഹി laid down his life for us. ദൈവം നമുക്ക് വേണ്ടി ജീവനെ വെച്ചു തന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ജീവൻ വെച്ചു തന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ഷൂർ അല്ലേ? അതിന് സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അവൻ ആരാണ്? ദൈവം. ദൈവസ്നേഹം നമുക്ക് ഇതിനാൽ അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിയർ ബൈ പെർസീവ് ദ ലവ് ഓഫ് ഗോഡ്. പിതാവിനെ അറിയാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പുത്രന്റെ ലവ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവസ്നേഹം ഇതിൽ കൂടെ നമുക്കറിയാമെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ദൈവം അനാദിയും ശാശ്വതമായ ദൈവം, ഉൽപ്പത്തി 1:1 കാണുന്ന, നിത്യതയിൽ കാണുന്ന, എറ്റേണിറ്റിയിൽ കൊടുക്കുന്ന ദൈവം, ഈസ് എ ഇൻവിസിബിൾ, ഇൻഡിവിസിബിൾ, ഇൻഫിനിറ്റ് ഗോഡ്, ഓമനിപൊട്ടന്റ്, ഓമനിഷ്യൻ, ഓമനിപ്രസന്റ് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദാറ്റ് ഈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ നമുക്ക് 3 ദൈവം വേണോ? എന്തിനാ 3 ദൈവം? ഒരു 30 ഉണ്ട്, ഒരു 30,000 ഉണ്ടല്ലോ ദൈവങ്ങൾ മിത്തോളജിയിലുണ്ട്. അങ്ങോട്ട് പോകും, അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഹിയർ ബൈ വി പെർസീവ് ദ love of God because he laid down. Who? God laid down. Still, who laid down? Jesus Christ laid down. That means Jesus Christ is God. ഇനി അടുത്തത് ഒന്ന് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 2 Thessalonians 2:16. 2 Thessalonians 2:16. This is very important. 2 Thessalonians 2:16 വായിക്കുന്നു, കേട്ടാലും മനസ്സിലാക്കിയാലും. അവിടെ ഇങ്ങനെ പറയുന്നു, Now our Lord Jesus Christ himself and God, even our Father. കണ്ടോ? ലോർഡ് പറയുന്നു യഹോവ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്, യേശു ക്രിസ്തു ഹിംസെൽഫ്, അവൻ തന്നെ, അവൻ ഗോഡ്, അവൻ ഫാദർ ആകുന്നു എന്നിവിടെ പറയുന്നു. വളരെ വ്യക്തമായി പറയുന്നു. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാലും, Now our Lord Jesus Christ himself and God, even our Father. യേശു ക്രിസ്തു അവൻ ദൈവമാണ്, അവൻ പിതാവുമാകുന്നു എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു. അപ്പോൾ ലോറൻസ് യോഹന്നാൻ യെശയ്യാ 9:6 ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ്, ഒരു രാജാവിന് മന്ത്രിയാകാൻ പറ്റുമോ? രാജാവിന് ദൈവമാകാൻ പറ്റുമോ എന്ന കാര്യം ചോദിക്കുകയാണ്.
അപ്പോൾ ഞാനത് ചോദിക്കട്ടെ, ഈ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പിതാവിനെ കാണിച്ചു കൊടുത്തോ? യേശു ക്രിസ്തു എന്ത് പറഞ്ഞു? ഇത്രയും നാളും ഞാൻ നിങ്ങളോട് കൂടി നിങ്ങൾ അറിയുന്നില്ല ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഇന്നു മുതൽ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു. 10:30 പറയുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ തൃത്വക്കാര് യേശുക്രിസ്തുവിന് ഒരു പിതാവിനെ ഉണ്ടാക്കാനും യേശുക്രിസ്തു ഒരു പിതാവിനെ കാണുവാനും നടക്കുക. എബ്രാഹിം പറയുന്നു, അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവൻ ദാവീദിന്റെ വേരും വംശവുമാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തു ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഐ ആം ദ ഡോർ, ഐ ആം ദ വേ. അങ്ങനെ അവൻ തന്നെയാണ് ലാമ്പാകുന്നു, അവൻ തന്നെ പുരോഹിതനാകുന്നു, അവൻ ആടാകുന്നു. ഇതെല്ലാം യേശുക്രിസ്തു ആകാമെങ്കിൽ ഒരു രാജാവ് എങ്ങനെ മന്ത്രിയാകുന്നു? ഇവിടുത്തെ ഭൂമിയിലെ ഉള്ള നോളജ് കൊണ്ടാണ് ലോറൻസ് യോഹന്നാൻ ചിന്തിക്കുന്നത്. ഈ ഭൂമിയിലുള്ള നോളജ് കൊണ്ട് പിന്നെ ദൈവത്തെ പഠിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറഞ്ഞു, ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. അങ്ങനെ പരിജ്ഞാനമില്ലാത്ത ചിലരിൽ ഒരാളാണ് ബ്രദർ ലോറൻസ് യോഹന്നാൻ എന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നു. എന്നെ എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ലോറൻസ് യോഹന്നാന് JCNDS പ്ലാറ്റ്ഫോമിൽ വരാം, സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താകുന്നു വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിൽ കാണുന്ന ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ദൈവം യഹോവയായ ദൈവമാണ്. ആ ദൈവം പിതാവാണ്. അത് ദൈവവുമാണ്, പിതാവുമാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്തിനാണ് നമുക്ക് 3 ദൈവങ്ങൾ? ഒരു ദൈവവും 3 പേഴ്സൺസ്, 3 ഇൻഡിവിജ്വൽസ് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദൈവം ഒരു മാറ്റിയോടെ നിർത്തിയതിനു ശേഷം ഈ 3 ദൈവങ്ങളെ ഫാദർ സൺ ആൻഡ് ഹോളി ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ദൈവവും ഈ ഫാദർ സൺ ആൻഡ് ഹോളി ഗോസ്റ്റ് 3 ആകുമ്പോൾ 4 അവിടെ ആയില്ലേ? എത്ര വഞ്ചനയാണ്! എത്ര മോശപ്പെട്ട, ഏറ്റവും ഡീഗ്രേഡ് ചെയ്ത് കാണിക്കുന്ന ഒരു യേശുക്രിസ്തുവിനെ, ഒരു ദൈവത്തെ 3 ആക്കി കാണിക്കുന്ന ഏറ്റവും കച്ചടയായിട്ടുള്ള ഉപദേശമല്ലേ തൃത്വം? നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നു. ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു പ്ലെയിൻ റീഡർക്ക് പിതാപുത്ര പരിശുദ്ധാത്മാവെന്ന് അവിടെ എഴുതി വായിക്കുമ്പോൾ അത് 3 തോന്നുന്നവരുണ്ട്, 2 തോന്നുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ തോന്നിക്കോ, അത് നമുക്ക് വിഷയമല്ല. എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നു, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു, കൊള്ളാം, പിശാചുകളും അങ്ങനെ തന്നെ വിശ്വസിക്കും, വിറയ്ക്കുകയും ചെയ്യുന്നു. ഏക ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ നോളജ്, അറിവുണ്ടായിരിക്കുന്നത് ലൂസിഫറിനാണ്. അവനായിരുന്നു ദൈവത്തിന്റെ തേജസ് മറയ്ക്കുന്ന കെറൂബ്. അവനറിയാം ഒരു ദൈവമേ ഉള്ളൂ എന്ന്. അപ്പോൾ ദൈവം ഏകെന്ന് പറയുമ്പോൾ അവൻ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യാവുന്ന ഒരു ദൈവത്തെ എന്ന് പറഞ്ഞുള്ള നോളജ് ഏറ്റവും ഉള്ളത് ആർക്കാണ്? ലൂസിഫറിനാ. അവൻ ദൈവത്തിന്റെ തേജസ് മറയ്ക്കുന്ന കെറൂബായിരുന്നു. അപ്പോൾ അവൻ ഏക ദൈവം എന്ന് പറയുമ്പോൾ വിറയ്ക്കും. അങ്ങനെയെങ്കിൽ 3 ദൈവം എന്ന് പറയുമ്പോൾ അവൻ വിറയ്ക്കല. എന്താ കാര്യം? അവന്റെ പോക്കറ്റിൽ, അവന്റെ അണ്ടറിൽ കത്തോലിക്ക മുതൽ തൃത്വ ബന്ധുക്കോസ് വരെയുള്ള നേതാക്കന്മാരും പാസ്റ്റർമാരും ഉപദേശന്മാരും വിശ്വാസികളും ആ ലൂസിഫറിന്റെ അണ്ടറിലായിരിക്കുന്നു. എന്നാൽ അവന് പോരാട്ടമുള്ളത് ആരോടാണ്? ഏകദൈവത്തെ വിശ്വസിക്കുന്നവരോടാണ് അവന് പോരാട്ടം. അതുകൊണ്ട് പൗലോസ് എന്ന് പറയുന്നു, if I please men, I cannot be a servant of God. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ദാസനായിരിക്കാൻ പറ്റുകയില്ല. ഇത് കേൾക്കുന്ന ജനങ്ങളെ, ഇത് കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഞാൻ നിങ്ങളെ പ്ലീസ് ചെയ്ത് സംസാരിച്ചാൽ ഈ ഷമീർ കൊല്ലത്തിനെ പോലെയോ അനുഷ്കാലത്തിനെ പോലെയോ അല്ല മറ്റുള്ള പുൾപിറ്റിൽ പ്രസംഗിക്കുന്നവരെ പോലെ നിങ്ങളെ കോമഡിയും മോണോ ആക്റ്റും ഡ്രാമയും കാണിച്ച് നിങ്ങളെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണത്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, if I please men, I cannot be a servant of God. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ എതിർക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ വെറുക്കുന്നുവെങ്കിൽ, ഞാൻ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച പോലെ തന്നെ പ്രസംഗിക്കുകയാണ്. ഏക സത്യ ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ചും ആ സ്നാനത്തിൽ കൂടെ മാത്രമേ
പാപബോധം ലഭിക്കുകയുള്ളൂ, പാപങ്ങളെ കഴുകിക്കളയുന്നുള്ളൂ, യേശുക്രിസ്തുവിനോട് കൂടെ ചേരുന്നുള്ളൂ, യേശുക്രിസ്തുവിനോട് കൂടെ യേശുക്രിസ്തു ധരിക്കുന്നുള്ളൂ. അവനോട് കൂടെ മരിച്ചടക്കപ്പെട്ടുന്ന ഏക സ്നാനമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. സഹോദരന്മാരെ, ഇത് ഹെയ്റ്റ് സ്പീച്ച് അല്ല, ഇതൊരു ഹെയ്റ്റ് സ്പീച്ച് അല്ലെന്ന് മനസ്സിലാക്കുക. സത്യം നിങ്ങളെ കാണിക്കുന്നു, ബൈബിൾ തുറന്ന് കാണിക്കുന്നു. ദൈവം ഏകനോ ത്രിയേകനോ? ദൈവം ഏകൻ എന്ന് പറയുമ്പോൾ ഏകന്റെ മുമ്പിൽ ഒരു ത്രീ കൂട്ടി ത്രിയേകൻ എന്ന് പഠിപ്പിക്കുമ്പോൾ അത് വചനത്തോട് കൂട്ടിച്ചേർക്കുന്നവർ ആരാകുന്നു? കള്ളന്മാരാകുന്നു. അങ്ങനെയെങ്കിൽ ത്രിയേകൻ തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്ന് പഠിപ്പിക്കുകയും പറയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർ ആരാകുന്നു? കള്ളന്മാരാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബൈബിൾ പ്രകാരം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സംസാരിക്കുന്ന ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നോട് എതിർക്കുവാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എതിർക്കുക. JCNDS പ്ലാറ്റ്ഫോമിൽ വരിക, നമുക്ക് സംസാരിക്കാം. വി ക്യാൻ കണ്ടക്ട് എ ബ്രദർലി ഡിസ്കഷൻ, ബ്രദർലി ഡിബേറ്റ്. അവിടെ നിങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാകും ഞങ്ങൾ ആരാകുന്നു, ഞങ്ങൾ സത്യം സംസാരിക്കുന്നവരാകുന്നു എന്ന് നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് മാന്യ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് JCNDS കൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്താ പറയുന്നത്? ഏക ദൈവത്തിൽ വിശ്വസിക്കണം. വാക്യമുണ്ടല്ലോ, ദൈവമേകൻ ദൈവമേകൻ എന്ന് യഹോവയായ ദൈവം തന്നെ പറയല്ലേ. ഞങ്ങൾ മൂന്ന് പേരാ, ഞങ്ങളുടെ തൃത്വമാണ്, ഞങ്ങൾ തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്ന് എവിടെയെങ്കിലും ബൈബിളിൽ ഒരു വാക്യം, ഒരു റെഫറൻസ് ഉണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള ഈ പ്രസംഗവും നിങ്ങളുടെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയുള്ള സ്നാനമാണ്. യേശുക്രിസ്തുവിന്റെ സ്നാനം ഏൽക്കണമെന്നും ഞങ്ങൾ ബൈബിൾ പ്രകാരം വചനങ്ങൾ വായിച്ച് നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കാണിക്കുന്നത്. മത്തായി 22:19 അനുസരിച്ച് ആ കൽപ്പന കേട്ട അപ്പോസ്തലന്മാർ ആർക്കെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു സ്നാനം കൊടുത്തായിട്ട് ബൈബിളിലുണ്ടോ? എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയതായിട്ട് യെരുശലേമിൽ പെന്തക്കോസ്ത് ദിവസം പത്രോസ് പ്രസംഗിച്ച ശേഷം 3000 പേര് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു എന്ന് പറയുന്നു. അപ്പം അവന്റെ വാക്ക് കേട്ടവർ സ്നാനമേറ്റു. എന്തായിരുന്നു വാക്ക്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന വാക്ക് കേട്ടപ്പോൾ ആ വാക്ക് കേട്ട് അവർ യേശുക്രിസ്തുവിന്റെ സ്നാനമേറ്റു. അത് ശരിയല്ലേ? ഇനിയും 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പീലിപ്പോസ് ശമര്യയിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും സംസാരിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. 8:16 പറയുന്നു, അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേ ഉള്ളൂ. എന്നാൽ അവർക്ക് ഇമ്മീഡിയറ്റ് പരിശുദ്ധാത്മാവ് കിട്ടിയില്ല. പിന്നീട് സ്നാനമേറ്റ അവരുടെ മേൽ പത്രോസും യോഹന്നാനും വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സ്നാനമേറ്റതായിട്ട് കാണുവാൻ സാധിക്കും. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പെന്തക്കോസ്ത് ദിവസം പ്രസംഗിച്ച അതേ പത്രോസ് ജാതിനായ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും ആ സെർമണിന് ശേഷം പത്രോസ് കൂടെ ഉണ്ടായിരുന്നു പറയുണ്ടായി, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഇവരെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് പത്രോസോട് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പാൻ കൽപ്പിച്ചു എന്ന് വളരെ വ്യക്തമായി കാണുന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസിന്റെ ദൈവം ആരായിരുന്നു? ഈ പൗലോസ് യേശുവിനെ മാനിച്ചവനല്ല, യേശുവിനെയും ക്രിസ്തീയ സഭകളെയും മുടിക്കുകയും കൊല്ലുകയും ചെയ്ത വ്യക്തിയായിരുന്നു. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ നീ ആരാകുന്നു കർത്താവേ എന്ന് യേശുവിനെ അല്ല വിളിച്ചത്, നീ ആരാകുന്നു യഹോവേ എന്നാ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ യേശുവിനെ മാനിക്കുന്ന വ്യക്തി അല്ലായിരുന്നു. അവൻ ന്യായപ്രമാണത്തിൽ വളരെ എരിവോടെ യഹോവയായ ദൈവം തന്നെയാണ്, ആ യാവേ എന്ന ദൈവത്തിന് വേണ്ടി മല്ലി പിടിക്കുകയും തീവ്രതമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അപ്പോസ്തലനായ പൗലോസ് കേട്ട ശബ്ദം എന്താണ്? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. അപ്പോഴാണ് പൗലോസിന് ബോധമുണ്ടായത്, അവന് വെളിപ്പെടുത്തി കിട്ടിയത് യേശു ക്രിസ്തു യഹോവയാണെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ പൗലോസ് പിന്നീട് യേശു ക്രിസ്തു നാമത്തിന് വേണ്ടി വളരെ ധീരതയോടെ സംസാരിക്കുന്നവനായി തീർന്നു
എന്ന് കാണുവാൻ സാധിക്കും. 13 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളാകുന്നു. ആ പൗലോസ് എഫെസോസിൽ ചെന്ന്, അപ്പോൾ ഈ പൗലോസ് 3 ദിവസം ഈ പ്രകാശത്തിന്റെ ആ ശക്തിയാൽ വീണുപോയി 3 ദിവസം അന്ധനായി കിടന്ന ആ റൂമിലേക്ക് അനന്യാസ് വരികയും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീഴുകയും അവൻ കാഴ്ച പ്രാപിക്കുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും എഴുന്നേറ്റ് അവന്റെ നാമം നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു സ്നാനമേറ്റു. ആ സ്നാനമേറ്റ പൗലോസ് ആകുന്നു എഫെസോസിൽ ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അതിന്റെ അർത്ഥം തന്നെ ഈ തൃത്വവഞ്ചകരായിരിക്കുന്ന കള്ളന്മാർ പറയുന്ന പോലെ അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു സ്നാനം ജെറുസലേമിൽ തുടങ്ങി ഇത്രയും എഫെസോസിലുള്ള ആ പീരീഡ് വരെയും കൊടുത്തിരുന്നെങ്കിൽ ജനങ്ങൾ കേൾക്കുമായിരുന്നല്ലോ. അവർ കൊടുക്കുന്ന സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണെന്ന് അവർ കേൾക്കുമായിരുന്നല്ലോ. എന്നാൽ ഈ ശിഷ്യന്മാര് ക്രിസ്തീയ ശിഷ്യന്മാരാണ്, യോഹന്നാന്റെ ആണെന്നേ ഉള്ളൂ. പക്ഷെ അവര് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അപ്പോസ്തലന്മാർ ആർക്കും സ്നാനം കൊടുത്തപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് സ്നാനം കൊടുത്തിരുന്നില്ല. കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ പറയുമ്പോഴെങ്കിലും അവർ പരിശുദ്ധാത്മാവ് കേൾക്കുമായിരുന്നു. അപ്പോൾ ഈ തൃത്വക്കാരുടെ വഞ്ചന നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുകൊണ്ട് പൗലോസ് എന്ത് പറഞ്ഞു? പൗലോസ് പറഞ്ഞു, യോഹന്നാൻ പ്രസംഗിച്ചത് അവന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്നാണ് ജനത്തോട് പറഞ്ഞു എന്ന് പൗലോസ് അവരോട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടാറേ അവർ യേശുവിന്റെ നാമത്തിൽ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 19:1 മുതൽ 5 വരെ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. അപ്പോൾ ഒരുവൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ തയ്യാറാകണം. അല്ലാത്തവൻ ഒന്നും ക്രിസ്ത്യാനിയല്ല, ക്രിസ്ത്യാനി കാറ്റുകറി വന്നിട്ടില്ല. അവിടെ എങ്ങനെയല്ലേ സംഭവിച്ചത്? യോഹന്നാന്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ട് അവൻ യേശുവിൽ വിശ്വസിക്കുകയും ഇമ്മീഡിയറ്റ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു, ഞാൻ യേശുവാണ് എന്റെ രക്ഷകൻ, യേശുവാണ് എന്റെ എല്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ബന്ധുക്കോസാരനുണ്ടെങ്കിൽ, തൃത്വ സഭകളായിരിക്കുന്ന സഹോദരി സാരന്മാരെ, നിങ്ങൾ യേശുവിലാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ, എഫെസോസിലെ 12 ശിഷ്യന്മാര് ഇമ്മീഡിയറ്റ് കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതുപോലെ നിങ്ങളും സ്നാനമേൽക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്നാനം ശരിയാവുകയുള്ളൂ. ഈ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 4:5 പറയുന്നു, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ദൈവം ഒരുവൻ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന് പറയുമ്പോൾ വിശ്വാസം ഒന്നെന്ന് ആരിൽ വിശ്വസിക്കണം? യേശു ക്രിസ്തുവിൽ. സ്നാനം ഒന്നെന്ന് പറയുമ്പോൾ ഏതു നാമത്തിൽ സ്നാനപ്പെടണം? യേശുവിന്റെ നാമത്തിൽ. അതാണ് കറക്റ്റായിട്ടുള്ള ബിബ്ലിക്കൽ സത്യം, അതാണ് വേദപുസ്തകത്തിലെ സത്യം. ആ ഒരു സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് അപ്പോസ്തലന്മാർ കാണിച്ചു തന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ ആർക്കും സ്നാനം കൊടുത്തില്ല, ഒരു വിശ്വാസികൾ ഏറ്റില്ല എന്ന് വളരെ വ്യക്തമായി കാണുമ്പോൾ, പ്രിയ വിശ്വാസികളെ, നിങ്ങൾ സത്യം അറിഞ്ഞ് നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സത്യത്തിൽ കൂടെ നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ സാധിക്കും. ഇനി അവസാനമായി എനിക്ക് പറയാനുള്ള 2-3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം അനുഷ്കാവാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് നിങ്ങൾ ഏൽക്കേണ്ടതെന്ന് കരിയമ്പ്ലാവിലെ കൺവെൻഷനിൽ പറയുകയുണ്ടായി. ആ സ്നാനത്തിനെതിരായിട്ട് ഇദ്ദേഹത്തെ പറ്റി ഒരു ക്യാപ്ഷൻ ഇട്ടായിരുന്നു. അനുഷ്കാവാലം ശപിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ദുരുപദേശകണ്ടും ശപിക്കപ്പെട്ടവനും ക്യാപ്ഷനിൽ ഒരു വീഡിയോ ഞാൻ ഇറക്കിയുണ്ടായി. നിങ്ങളെല്ലാം കാണുകയുണ്ടായി. എന്നാൽ പല കോളുകൾ എനിക്കുണ്ടായി. പലരും എന്നെ അഡ്വൈസ് ചെയ്തതുകൊണ്ട് ഞാൻ ഇത് പറയാൻ താല്പര്യപ്പെടുന്നു. ഈ വീഡിയോ മുഖാന്തരമായി നിങ്ങൾ ശ്രദ്ധിച്ചാലും. അതുകൊണ്ട് ഗലാത്യർ 1-8-9 അവിടെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 13:10 അവിടെ കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആയിരിക്കണമെന്നുള്ള വാക്യങ്ങൾ ഞാൻ തെളിച്ചു പറഞ്ഞു.
ഇതിനപ്പുറമായിട്ട് എൻ്റെ വാക്കുകൾ പലരെയും ദുഃഖിപ്പിച്ചെന്നും അങ്ങനെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹത്തോട് അങ്ങനെ സംസാരിക്കേണ്ടതായിരുന്നു എന്ന് പല അഡ്വൈസും പല മെസ്സേജുകളും എനിക്ക് ലഭിച്ചതുകൊണ്ട് ഈ ഗലാത്യ ലേഖനം 1:8-9 13-ാം അധ്യായത്തിന്റെ അപ്പോസ്തലർ 13:10 എലിമാസിന്റെ വിഷയത്തിൽ പൗലോസ് പറഞ്ഞ വിഷയവും യേശുക്രിസ്തു നാമത്തിലുള്ള സ്ഥാനത്ത് ഒഴിച്ചു ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പ്രതികൂലമോ പ്രയാസമോ ദുഃഖമോ ഭാരമോ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പിൻവലിക്കുന്നു. മാത്രമല്ല അനുഷ്കാവാലത്തിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് എൻ്റെ മനസ്സാക്ഷിയെ ക്ലിയർ ആക്കണം. അനുഷ്കാവാലത്തിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ എൻ്റെ വീഡിയോയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം ഇത് അംഗീകരിക്കുക. എൻ്റെ ക്ഷമ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിഡ്രോ ചെയ്യുന്നു. ഉപദേശ വിഷയമല്ല, സ്നാനം യേശുക്രിസ്തു നാമത്തിൽ സന്ധ്യയായിരിക്കണം. ഗലാത്യ ലേഖനം 1:8-9 അത് തന്നെ ഉണ്ട്. അവിടെ 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞ എലിമാസിന്റെ റോളും തൃത്വക്കാർ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വീഡിയോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായി, ബന്ധായിപ്പോയി. അതുകൊണ്ട് ആ വിഷയം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ കേൾവിക്കാർക്ക് പ്രയാസമായോ അതിലെന്നെ തിരുത്തുവാൻ പലരും ശ്രമിച്ചു, അഡ്വൈസ് തന്നു. ആ തിരുത്തലിനെയും അവരുടെ അഡ്വൈസിനെയും ഞാൻ ശിരസാ വഹിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പാസ്റ്റർ അനീഷ് കാവലത്തോട് ക്ഷമ ചോദിക്കുന്നു. ഇതെന്തിനാണ്? JCNDSൽ കൂടെ നിങ്ങൾ കേൾക്കുന്ന ഏതു വചനങ്ങളും ഏതു പ്രസംഗങ്ങളും ബൈബിളിന് വിരോധമായിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ, അല്ലെങ്കിൽ ആ വാക്കുകൾ ഉപയോഗിച്ച് തെറ്റായി എന്ന് നിങ്ങളെ ഓർപ്പിച്ചാൽ തീർച്ചയായിട്ടും അപ്പോളജി ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ഐ ആം ഓൾവേസ് റെഡി ടു ആസ്ക് മൈ അപ്പോളജി ഫോർ എനിത്തിങ് റോങ് ഐ സെഡ് ഓർ എനിത്തിങ് റോങ് ഐ പ്രീച്ച്. അതുകൊണ്ട് കേൾവിക്കാരെ, തീർച്ചയായിട്ടും നിങ്ങൾ കൺക്ലൂഷൻ പറയാൻ പോവാണ്. തൃത്വം, ത്രിയേകൻ, തൃത്വത്തിൽ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, സത്ത, സാരാംശം, ഊസ്യ എന്നുള്ള ലോജിക്കൽ പഠിപ്പീരുകൾ ബൈബിളിന് വെളിയിലുള്ളതാകുന്നു. അത് ബൈബിളുമായി ചേർക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ചേർക്കുന്നവരുടെ ഉള്ളിൽ ദുരാത്മാവാകുന്നു, ലൂസിഫറിന്റെ ഏജന്റുമാരാകുന്നു എന്നുകൂടെ ഞാൻ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവമേകൻ എന്ന് പറയുമ്പോൾ, ത്രിയേകൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിനെ വെല്ലുവിളിക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ ഉണ്ടാക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തു, ആരെന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് യഹോവയായ ദൈവം വെല്ലുവിളിച്ച് ചോദിക്കുമ്പോൾ, നീ മാത്രമല്ല നിന്റെ ഇടത്തും വലത്തും വേറെ 2 ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ദുരുപദേശമാണ്. അങ്ങനെ പറയുന്നവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കരാകുന്നു, അവര് ദുരുപദേശകരാകുന്നു, ദുരുപദേശം പഠിപ്പിക്കുന്നവരാകുന്നു എന്ന് ഞാൻ വളരെ ശ്രോതാക്കളെ, ഇത്രയും നേരം ഈ വീഡിയോ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. സത്യവചനങ്ങൾ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഗ്രൂപ്പാണ് JCNDSD. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ പറയുന്ന ഉപദേശത്തിന് വിപരീതമായി ഞങ്ങൾ സംസാരിച്ചെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യണം, ഞങ്ങളെ വിളിക്കണം. ഞങ്ങളുടെ നമ്പറുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മൈ പേഴ്സണൽ നമ്പർ ഐ ആം ടെല്ലിങ് യു അഗെയിൻ, 9324055585, 969996 ഇതും എൻ്റെ വേറെ നമ്പറാണ്. നിങ്ങൾക്ക് വിളിക്കാൻ 24/7 നിങ്ങളുടെ റൈറ്റ് ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ തെറ്റ് തിരുത്തുവാൻ വേണ്ടി ഞാൻ എപ്പോഴും തയ്യാറാണ്. ഐ ആം എ ജെന്റിൽമെൻ ഓഫ് കറക്റ്റിംഗ് any of my statement, whatever I said wrong against the biblical scriptures or anybody felt hurt in my words, I am ready to ask apologies to them. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാസ്റ്റർ അനീഷ് കാവലത്തിനോട് ക്ഷമ ചോദിക്കാൻ ഇടയായത്. തീർച്ചയായിട്ടും ഇത് ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് തീർച്ചയായും ഇവിടെ ഈ ചാനൽ കൂടെയുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, സത്യം അറിയുക. പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി
ഉൽപ്പത്തി മുതൽ മലാക്കി വരെ കാണപ്പെട്ട യഹോവയായ ദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി അവൻ്റെ മരണത്തിലും അവൻ്റെ ത്യാഗത്തിലും അവൻ്റെ രക്തം ചിന്തലും വിശ്വസിച്ചുകൊണ്ട് അവനോട് ചേരുവാൻ വേണ്ടി, അവനെ ധരിക്കുവാൻ വേണ്ടി, അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ കേൾക്കാൻ വേണ്ടി നിങ്ങളും 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം 3000 പേര് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അങ്ങനെ ഉള്ളവരെ ദൈവത്തിന് സഭയുടെ 1-ാം നൂറ്റാണ്ടിൽ ചേർത്തെങ്കിൽ, നിങ്ങൾ ആ കാറ്റഗറിയിൽ വന്നില്ലെങ്കിൽ, നിങ്ങൾ ആ പാറ്റേണിൽ ആയിരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാപികളാണ്. പാപികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ വരവ്, റാപ്ചർ വളരെ അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ കാണിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവ് വളരെ വേഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പാരമ്പര്യങ്ങളെ വിട്ട്, നിങ്ങളുടെ പാഷന്മാരും നിങ്ങളുടെ തിരുമേനിമാരും അച്ഛന്മാരും സെക്ഷൻ പാഷനും ചെയർമാൻമാരും പഠിപ്പിക്കുന്നതായ ട്രഡീഷണൽ ഉപദേശങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യസുവിശേഷം കേൾക്കുക, സത്യസുവിശേഷം അനുസരിക്കുക, മാനസാന്തരപ്പെടുക, യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് നിങ്ങൾ രക്ഷയിലേക്ക് വരിക. സോ I am concluding with this statement of mine. That is very important. So, the man-made Trinity, please mark my words. The man-made Trinity doctrine outside of Bible, I trample and crush under my foot. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.